everyone, it's me Basith Kotappuram again in front of you with the new class. Today we are going to learn the 10th chapter of honeysuckle. 10ാം ചാപ്റ്ററാണ് നമ്മളിന്ന് പഠിക്കുന്നത്. അവസാനത്തെ ചാപ്റ്റർ കൂടിയാണത്. അപ്പോൾ നമുക്ക് പാഠം വായിക്കുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഹാവ് യു സീൻ എ മംഗൂസ്? നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു കീരിയെ കണ്ടിട്ടുണ്ടോ? യു ഹാവ് റെഡ് ഇൻ ലെസൺ 9, 9ാമത്തെ ചാപ്റ്ററിൽ നിങ്ങൾ വായിച്ചിട്ടുണ്ട്, ദാറ്റ് എ മംഗൂസ് ക്യാൻ ഫൈറ്റ് വിത്ത് ആൻഡ് കിൽ എ സ്നേക്ക്. ഒരു കീരിക്ക് പാമ്പുമായിട്ട് ഫൈറ്റ് ചെയ്യാനും അതിനെ കില്ല് ചെയ്യാനും ഒക്കെ കഴിയും. ലുക്ക് അറ്റ് ദി പിക്ചേഴ്സ് ആൻഡ് റീഡ് ദ ലൈൻസ് ഗിവൺ അലോങ് വിത്ത് ദം. പിക്ചേഴ്സ് നോക്കുക, എന്നിട്ട് ആ ലൈന് വായിക്കാം. ദ ബനിയൻ ട്രീ എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ പാഠം. ഓക്കെ. ദ ഫൈറ്റ് ഓഫ് ദ കോബ്രയുടെ ഫൈറ്റ് ആൻഡ് ദ മംഗൂസ് ഈസ് എ ക്ലാസിക് ഡ്രാമ ഓഫൻ സീൻ ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ കാണപ്പെടുന്ന ക്ലാസിക് ആയിട്ടുള്ളൊരു ഡ്രാമയാണ് കോബ്രയും മംഗൂസും തമ്മിലുള്ള ഫൈറ്റ്. മൂർഖനും കീരിയും. ആൻഡ് the outcome is largely the same. റിസൾട്ട് വലിയ തരത്തിൽ സെയിമാണ്. The mongoose is not immune to the venomous bite. മംഗൂസ് വിഷലിപ്തമായിട്ടുള്ള കടി ഏൽക്കാൻ ഇമ്മ്യൂണല്ല. എന്ന് പറഞ്ഞാൽ പ്രതിരോധ ശക്തിയുള്ള ആളല്ല. കടി കിട്ടിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ പ്രശ്നമാണ്. ബട്ട് ഈസ് ഫാസ്റ്റർ ആൻഡ് ക്വിക്കർ ഇൻ മോഷൻ ദാൻ ദ സ്നേക്ക്. പക്ഷേ പാമ്പിനേക്കാൾ വളരെ ചലനത്തിൽ വളരെയധികം ക്വിക്കറാണ്, ഫാസ്റ്ററാണ് നമ്മുടെ കീരി. ദ കോബ്ര അസ്യൂംസ് എ പോസ്ചർ. കോബ്രയുടെ ഒരു സ്ഥിതി ഓഫ് ഡിഫെൻസ്, പ്രതിരോധത്തിൻ്റെ, and attempts to reach the animal. ജീവിയിലേക്ക് എത്താൻ അത് ശ്രമിക്കുന്നു. ബൈ എ സ്വീപ്പിംഗ് സ്ട്രൈക്ക് എന്ന് പറഞ്ഞാൽ ഒരു അടിച്ച് കയറുന്ന ഒരു ഇടിയോട് കൂടിയിട്ട് വളരെ വേഗത്തിൽ അത് ചെയ്യും. ബട്ട് ദ ക്വിക്ക് മൂവിങ് മംഗൂസ്, പക്ഷേ പെട്ടെന്ന് മൂവ് ചെയ്യുന്ന മംഗൂസ് ജംപ്സ് ഔട്ട് ഓഫ് റീച്ച്. ആ കോബ്ര ഇങ്ങനെ അതിലേക്ക് എത്താൻ ശ്രമിക്കുമ്പോൾ ചാടുന്നു. ആൻഡ് കംസ് അറ്റ് ദ സ്നേക്ക് ഫ്രം നെതർ. എന്നിട്ട് എന്ത് ചെയ്യുന്നു? പാമ്പിലോട്ട് മറ്റൊരു ഭാഗത്തു നിന്ന് പാമ്പിലേക്ക് വരുന്നു. പാമ്പ് അതിനെ ആക്രമിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് അത് മാറും. എന്നിട്ട് മറ്റൊരു സ്ഥലത്ത് നിന്ന് എന്നിട്ട് പാമ്പിന് നേരെ തിരിച്ചിങ്ങോട്ട് ചാടും. അനദർ ഡയറക്ഷൻ, മറ്റൊരു ഡയറക്ഷനിൽ നിന്ന്. ബിഫോർ ദ സ്നേക്ക് ക്യാൻ ഗെറ്റ് ഇൻ ടു സ്ട്രൈക്കിംഗ് പൊസിഷൻ അഗെയിൻ. സ്ട്രൈക്കിംഗ് പൊസിഷനിലേക്ക് ആ പാമ്പിനെ വീണ്ടും എത്തിച്ചേരാൻ കഴിയുന്നതിന് മുമ്പ് നമ്മുടെ മംഗൂസ് എന്ത് ചെയ്യും? മറ്റൊരു ഡയറക്ഷനിൽ അതിന് നേരെ ചാടിയിട്ടുണ്ടാവും. ദിസ് കോൺസ്റ്റൻറ്റ് മൂവ്മെൻറ്റ്, ഇങ്ങനെ നിരന്തരമായിട്ടുള്ള മൂവ്മെൻറ്റ്, ടയേഴ്സ് ക്ഷീണിപ്പിക്കുന്നു. ആൻഡ് ഡിസ്കറേജസ് ദ സ്നേക്ക്, അതിനെ ഡിസ്കറേജ് ചെയ്യിപ്പിക്കുകയും നിരുത്സാഹപ്പെടുത്തുകയും ചെയ്യുന്നു. ആൻഡ് ദ മംഗൂസ് ഇസ് ഫൈനലി ഏബിൾ ടു ലീപ് ഇൻ ക്ലൗസ്. അങ്ങനെ മംഗൂസ് അവസാനം അടുത്തേക്ക് വരാൻ കഴിയുന്നവനാകുന്നു. ആൻഡ് ബറി ഇറ്റ്സ് ടീത്ത് ഇൻ ദ സ്നേക്സ് നെക്ക്. എന്നിട്ട് അതിൻ്റെ ആ മംഗൂസിൻ്റെ കീരിയുടെ പല്ല് നമ്മുടെ പാമ്പിൻ്റെ കഴുത്തിൽ പിടിക്കുന്നു. യൂഷ്വലി സീവറിങ് ദ ജോയിൻസ് ഓഫ് ഇറ്റ്സ് വെർട്ടബ്രേ. അതിൻ്റെ വെർട്ടബ്രേ എന്ന് പറഞ്ഞാൽ ഈച്ച് ഓഫ് ദി സീരീസ് ഓഫ് സ്മാൾ ബോൺസ്. അതിൻ്റെ മീനിങ് കൊടുത്തിട്ടില്ല ഇവിടെ, ഞാൻ നെറ്റിൽ നോക്കിയപ്പോൾ ഈച്ച് ഓഫ് ദി സീരീസ് ഓഫ് സ്മാൾ ബോൺസ് ഫോമിങ് ദ ബാക്ക് ബോൺ എന്നാണ്. അതായത് അതിൻ്റെ ബാക്ക് ബോണിനെ ഫോം ചെയ്യുന്ന എല്ലുകൾ എന്നാണ്. അപ്പോൾ അതിനെ വളരെ ഗുരുതരമായിട്ടുള്ള പ്രശ്നം ഉണ്ടാക്കും. അങ്ങനത്തെ രീതിയിലുള്ള ഒരു കടിയായിരിക്കും കീരിൻ്റെ നിന്ന് കിട്ടുക. ഓക്കെ, സോ
let's move to the chapter. You must have seen a banyan tree. നിങ്ങളൊരു ബനിയൻ ട്രീ കണ്ടിട്ടുണ്ടായിരിക്കണം. This is a story about what the author saw. ഈ കഥ നമ്മുടെ ഓഥർ റസ്കിൻ ബോണ്ടാണ്. അദ്ദേഹം കണ്ടിട്ടുള്ള ഒരു കാഴ്ചയെ പറ്റിയിട്ടാണ്. ആസ് എ യങ് ബോയ്, അദ്ദേഹം ഒരു ചെറിയ ആളായിരിക്കുമ്പോൾ, when he was sitting in an old banyan tree, അദ്ദേഹം ഒരു പ്രായമായിട്ടുള്ള അൽമരത്തിൽ ഇരിക്കുകയായിരുന്നു. ഇൻ ഹിസ് ഗ്രാൻഡ് ഫാദേഴ്സ് ഹൗസ്, അദ്ദേഹത്തിൻ്റെ മുത്തശ്ശൻ്റെ വീട്ടിൽ. അങ്ങനെ ഇരിക്കുമ്പോൾ കണ്ട ഒരു കാഴ്ചയുടെ കഥയാണ് നമ്മൾ ഈ പാഠത്തിലൂടെ പഠിക്കുന്നത്. പാർട്ട് 1, ഫസ്റ്റ് പാരഗ്രാഫ്. ദോ ദ ഹൗസ് ആൻഡ് ഗ്രൗണ്ട്സ് ബിലോങ് ടു മൈ ഗ്രാൻഡ് പാരൻസ്. വീടും ഗ്രൗണ്ടുമൊക്കെ എൻ്റെ ഗ്രാൻഡ് പാരൻസിനാണ് ഉടമപ്പെട്ടിരുന്നതെങ്കിലും the magnificent old banyan tree was mine. വലിയ മഹത്തായിട്ടുള്ള ആ ബനിയൻ ട്രീ, ആൽമരം, എൻ്റേതായിരുന്നു. ചീഫ്ലി ബിക്കോസ് ഗ്രാൻഡ് ഫാദർ അറ്റ് 65, മുഖ്യമായിട്ടും ഗ്രാൻഡ് ഫാദർ 65 വയസ്സാണ്, കുഡ് നോ ലോങ്ങർ ക്ലൈംബ് ഇറ്റ്. അദ്ദേഹത്തിന് ഇപ്പോൾ അതിൽ കയറാൻ കഴിയില്ല, ഞാനാണ് അതിൽ കയറുന്നത്. അപ്പോൾ ബനിയൻ ട്രീ എനിക്കുള്ളതായിരുന്നു. സെക്കൻഡ് പാരഗ്രാഫ്. ഇറ്റ്സ് സ്പ്രെഡിങ് ബ്രാഞ്ചസ്. അതിൻ്റെ സ്പ്രെഡ് ചെയ്യുന്ന ബ്രാഞ്ചുകൾ, ബ്രാഞ്ച് എന്ന് പറഞ്ഞാൽ ശിഖിരങ്ങൾ, ശാഖകൾ. വിച്ച് ഹങ് ടു ദ ഗ്രൗണ്ട്. അത് ഗ്രൗണ്ടിലോട്ട് ഇങ്ങനെ തൂങ്ങി നിൽക്കുകയായിരുന്നു. ആൻഡ് ടുക്ക് റൂട്ട് അഗെയിൻ. പിന്നെയും അതിങ്ങനെ പോകുന്നുണ്ടായിരുന്നു. ഫോമിങ് എ നമ്പർ ഓഫ് ട്വിസ്റ്റിംഗ് പാസേജസ്. ഒരുപാട് വളയുന്ന പാസേജസ് എന്ന് പറഞ്ഞാൽ വഴികളിങ്ങനെ ഉണ്ടാക്കിയിട്ട്. ഗേവ് മീ എൻഡ്ലെസ് പ്ലഷർ. അതെനിക്ക് വളരെ അവസാനിക്കാത്തൊരു സന്തോഷമാണ് നൽകിയത്. എമംഗ് ദം, അവർക്കിടയിൽ, വേർ സ്ക്വിറൽസ്, അണ്ണാന്മാരുണ്ടായിരുന്നു. ആൻഡ് സ്നെയിൽസ് ആൻഡ് ബട്ടർഫ്ലൈസ്. സ്നെയിൽസ് എന്ന് പറഞ്ഞാൽ ഒച്ച് ഉണ്ടായിരുന്നു. പിന്നെന്തുണ്ടായിരുന്നു, ബട്ടർഫ്ലൈസ്, പൂമ്പാറ്റകളൊക്കെ ഉണ്ടായിരുന്നു. ദ ട്രീ വാസ് ഓളർ ദാൻ ദ ഹൗസ്. മരം വീടിനേക്കാൾ വലുതായിരുന്നു. ഓൾഡർ ദാൻ ഗ്രാൻഡ് ഫാദർ. ഗ്രാൻഡ് ഫാദറിനേക്കാൾ അതിന് പ്രായമുണ്ടായിരുന്നു. ആസ് ഓൾഡ് ആസ് ദേറാഡൂൺ ഇറ്റ്സെൽഫ്. ദേറാഡൂണിൻ്റെ അത്രത്തോളം അതിന് പ്രായമുണ്ടായിരുന്നു. ഐ കുഡ് ഹൈഡ് മൈ സെൽഫ് ഇൻ ഇറ്റ്സ് ബ്രാഞ്ചസ്. എനിക്ക് സ്വയം എന്നെ തന്നെ അതിൻ്റെ ബ്രാഞ്ചുകളിൽ, അതിൻ്റെ ശാഖകളിൽ എനിക്ക് മറച്ചു വെക്കാൻ കഴിയും. ബിഹൈൻഡ് തിക്ക് ഗ്രീൻ ലീവ്സ്. പിന്നിൽ, കട്ടിയുള്ള പച്ച ഇലകൾക്ക് പിന്നിലായിട്ട് എന്നെ മറച്ചു വെക്കാൻ കഴിയും. ആൻഡ് സ്പൈ ഓൺ ദ വേൾഡ് ബിലോ. സ്പൈ പറഞ്ഞ വാച്ച് സീക്രട്ട്ലി. എന്നിട്ട് വളരെ രഹസ്യമായിട്ട് എനിക്ക് അടിയിലുള്ള ലോകത്തിൽ നോക്കാനും കഴിയും. ദെൻ തേർഡ് പാരഗ്രാഫ്. മൈ ഫസ്റ്റ് ഫ്രണ്ട് വാസ് എ സ്മാൾ ഗ്രേ സ്ക്വിറൽ. എൻ്റെ ആദ്യത്തെ ഫ്രണ്ട് ഒരു ചെറിയ ഗ്രേ അണ്ണാനായിരുന്നു. ആർക്കിങ് ഹിസ് ബാക്ക്. അവൻ്റെ പിൻവശം വളച്ചുകൊണ്ട്. ആൻഡ് സ്നിഫിങ് ഇൻ ടു ദ എയർ. സ്നിഫിങ് എന്ന് പറഞ്ഞാൽ മണം പിടിക്കുക എന്ന് പറയും. എയറിലോട്ട് ഇങ്ങനെ മണം പിടിച്ചുകൊണ്ട്. ഹി സീംഡ് അറ്റ് ഫസ്റ്റ് ടു റിസെൻറ്റ്. റിസെൻറ്റ് എന്ന് പറഞ്ഞാൽ ഡിസ്ലൈക്ക്, ഇഷ്ടപ്പെടാതിരിക്കുക. ഫീൽ ആംഗ്രി അബൌട്ട്. അവന് ഒരു ആംഗ്രി, ദേഷ്യപ്പെടുന്നത് പോലെ തോന്നിയിരുന്നു. മൈ ഇൻവാൻഷൻ ഓഫ് ഹിസ് പ്രൈവസി. അവൻ്റെ സ്വകാര്യതയിലേക്കുള്ള എൻ്റെ ആ കടന്നു കയറ്റത്തിൽ അവനക്ക് എന്തോ ഒരു തരം ഡിസ്ലൈക്ക് ഉള്ളതുപോലെയായിരുന്നു. പക്ഷേ വെൻ ഹി ഫോണ്ട് ദാറ്റ്, അവനത് കണ്ടെത്തിയപ്പോൾ, ഐ ഡിഡ് നോട്ട് ആം മൈസെൽഫ്. ഞാൻ ആയുധം ഒന്നും എടുത്തിട്ടില്ല. വിത്ത് കാറ്റപ്പൾട്ട് ഓർ എയർഗൺ. കാറ്റപ്പൾട്ട് എന്ന് പറഞ്ഞാൽ കവണ അല്ലെങ്കിൽ എയർഗൺ. അതേപോലത്തെ ആയുധങ്ങളൊന്നും എൻ്റെ കയ്യിലില്ല എന്ന് കണ്ടപ്പോൾ ഹി ബിക്കെയിം ഫ്രണ്ട്ലി. അവന്
വളരെയധികം ഫ്രണ്ട്ലി ആയി. ആൻഡ് വെൻ ഐ സ്റ്റാർട്ടഡ് ബ്രിങ്ങിങ് ഹിം പീസസ് ഓഫ് കേക്ക്സ്, ഞാൻ അവനെ കേക്കുകളുടെ പീസുകൾ കൊണ്ടുവരാൻ തുടങ്ങിയപ്പോൾ, ആൻഡ് ബിസ്ക്കറ്റിൻ്റെയും, ഹി ഗ്രൂ ക്വയറ്റ് ബോൾഡ്, അവനൊന്നുകൂടി നന്നായിട്ട് ഫ്രണ്ട്ഷിപ്പ് വളർന്നു. ആൻഡ് വാസ് സൂൺ ടേക്കിംഗ് മോഴ്സൽസ് ഫ്രം ഹാൻഡ്. മോഴ്സൽസ് എന്ന് പറഞ്ഞാൽ ശകലങ്ങൾ, ഇങ്ങനെ കുറച്ച് കയ്യിൽ നിന്ന് തന്നെ എടുക്കുന്നവനായി തീർന്നു. ബിഫോർ ലോങ് ഹി വാസ് ഡെൽവിങ് ഇൻ ടു മൈ പോക്കറ്റ്സ്. ഡെൽവ് ചെയ്യാറിന ഗോയിങ് ഡീപ്പ് ഇൻ ടു, പോക്കറ്റിലോട്ട് കൈകളൊക്കെ ഇടാൻ തുടങ്ങി. ആൻഡ് ഹെൽപ്പിംഗ് ഹിംസെൽഫ് ടു വാട്ട് എവർ ഹീ കുഡ് ഫൈൻഡ്. എന്നിട്ട് എന്താണോ കണ്ടെത്തുന്നത് അത് എടുക്കും. ഹി വാസ് എ വെരി യങ് സ്ക്വറൽ. അവന് വളരെ യങ് ആയിട്ടുള്ള ഒരു അണ്ണാനായിരുന്നു. ആൻഡ് ഹിസ് ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ്, അവൻ്റെ ഫ്രണ്ട്സും റിലേറ്റീവ്സും പ്രോബബ്ലി തോട്ട് ഹിം ഫൂളിഷ്. അവനൊരു ഫൂളിഷായിട്ട് ചിന്തിച്ചിട്ടുണ്ടാവണം. ആൻഡ് ഹെഡ് സ്ട്രോങ് എന്ന് പറഞ്ഞാൽ എടുത്തുചാട്ടമുള്ള ആൾ. ഫോർ ട്രസ്റ്റിങ് എ ഹ്യൂമൻ, ഒരു ഹ്യൂമനെ വിശ്വസിച്ചതിനും. അതായത് അവനെ ഇപ്പോൾ നമ്മളെ കഥാകൃത്ത് ഇപ്പോൾ ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, അവർ തമ്മിൽ ഫ്രണ്ട്ലി ആയിരിക്കുകയാണ് അണ്ണാനും നമ്മുടെ യങ് ആയിട്ടുള്ള കഥാകൃത്തും. അപ്പോൾ അവർ തമ്മിൽ അങ്ങനെ ഒരു ബന്ധം കണ്ടിട്ട് ഈ അണ്ണാൻ്റെ ഫ്രണ്ട്സ് ഇവനൊരു ഫൂളാണ് എന്ന് കരുതിയിട്ടുണ്ടാവണം, ഒരു മനുഷ്യനെ വിശ്വസിച്ചതിന്. ദെൻ ഫോർത്ത് പാരഗ്രാഫ്. ഇൻ ദ സ്പ്രിങ്ങിൻ്റെ സമയത്ത്, വെൻ ദ ബനിയൻ ട്രീ വാസ് ഫുൾ ഓഫ് സ്മാൾ റെഡ് ഫിഗ്സ്. സ്പ്രിങ്ങിൻ്റെ സമയത്ത് എന്താകും? ബനിയൻ ട്രീ ഫുൾ ഓഫ് റെഡ് ഫിഗ്സ് എന്ന് പറഞ്ഞാൽ അത്തിപ്പഴങ്ങൾ ഉള്ളതായിട്ട് മാറും. ബേർഡ്സ് ഓഫ് ഓൾ കൈൻഡ്സ് വുഡ് ഫ്ലോക്ക് ഇൻ ടു ഇറ്റ്സ് ബ്രാഞ്ചസ്. എല്ലാ തരത്തിലുള്ള ബേർഡ്സും പക്ഷികളും ഫ്ലോക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവിടേക്ക് വരിക, അതിൻ്റെ ബ്രാഞ്ചസിൽ വന്നുകൊണ്ട് അവിടെ നിൽക്കും. ദ റെഡ് ബോട്ടംഡ് ബുൾബിൾ ഉണ്ടാവും. പിന്നെ cheerful ആൻഡ് ഗ്രീഡി പാരറ്റ്സ് ഉണ്ടാകും, തത്തകളുണ്ടാവും. മൈന ഉണ്ടാകും. ആൻഡ് ക്രൗസ്, കാക്കകളുണ്ടാവും. ദെൻ സ്കാബ്ലിംഗ് വിത്ത് വൺ അനദർ. സ്കാബ്ലിംഗ് എന്ന് പറഞ്ഞാൽ കലഹിക്കുക, പരസ്പരം കലഹിക്കുകയായിരിക്കും അവർ. ഡ്യൂറിങ് ദ ഫിഗ് സീസണിൻ്റെ സമയത്ത്, അത്തിപ്പഴത്തിൻ്റെ സമയത്ത്, ദ ബനിയൻ ട്രീ വാസ് ദ നോയ്സസ്റ്റ് പ്ലേസ് ഇൻ ദ ഗാർഡൻ. ബനിയൻ ട്രീ നമ്മുടെ ഗാർഡനിലെ ഏറ്റവും ശബ്ദമുഖരിതമായിട്ടുള്ള ഒരു സ്ഥലമായി മാറിയിട്ടുണ്ടാകും. ദെൻ നെക്സ്റ്റ് പാരഗ്രാഫ്. ഹാഫ് വേ അപ്പ് ദ ട്രീ ഐ ഹാഡ് ബിൽഡ് എ ക്രൂഡ് പ്ലാറ്റ്ഫോം. ഒരു പകുതി, മരത്തിൻ്റെ ഒരു പകുതി ആകുമ്പോൾ ഞാനൊരു ക്രൂഡ് പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ക്രൂഡ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ അപരിഷ്കൃതമായ എന്നൊക്കെയുള്ള അർത്ഥമാണ്. അതായത് ഒരു കാണാൻ വലിയ രസമില്ലാത്തൊരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിട്ടുണ്ടാകും. വേർ ഐ വുഡ് സ്പെൻഡ് ദ ആഫ്റ്റർനൂൺസ്. ഞാൻ അവിടെയായിരിക്കും എൻ്റെ ആഫ്റ്റർനൂൺസ് ചിലവഴിക്കാം. വെൻ ഇറ്റ് വാസ് നോട്ട് ടു ഹോട്ട്. അത്രത്തോളം ചൂടില്ലാത്തൊരു സമയമാണെങ്കിൽ എൻ്റെ ഉച്ചകൾ കൂടുതലും ഞാൻ അവിടെയായിരിക്കും ചിലവഴിക്കാം. ഐ കുഡ് റീഡ് ദർ. എനിക്ക് അവിടെ നിന്ന് വായിക്കാൻ കഴിയും. പ്രോപ്പിങ് മൈസെൽഫ്. പ്രോപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ സപ്പോർട്ട് ചെയ്യാം. മൈസെൽഫ്, സ്വയം സപ്പോർട്ട് ചെയ്തുകൊണ്ട്. എഗെയിൻസ്റ്റ് ദ ട്രീക്ക് നേരെ. വിത്ത് എ കുഷൻ, ഒരു കുഷൻ ഉണ്ടാകും. ഫ്രം ദ ലിവിങ് റൂമിൽ നിന്നും ഒരു കുഷൻ എടുത്തിട്ടുണ്ടാവും. അതിലങ്ങനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഞാൻ അങ്ങനെ ഇരിക്കും. ട്രഷർ ഐലാൻഡ്, ഹക്കൽബറി ഫിൻ ആൻഡ് ദ സ്റ്റോറി ഓഫ് ഡോക്ടർ ഡോളിറ്റിൽ വേർ സം ഓഫ് ദ ബുക്സ്. അതായിരുന്നു പുസ്തകങ്ങൾ ദാറ്റ് മെയ്ഡ് അപ്പ് മൈ ബനിയൻ ട്രീ ലൈബ്രറി. എൻ്റെ ബനിയൻ ട്രീയെ ലൈബ്രറി ആക്കിയിരുന്നത് അത്തരം പുസ്തകങ്ങളായിരുന്നു. വെൻ ഐ ഡിഡ് നോട്ട് ഫീൽ ലൈക്ക് റീഡിങ്, എനിക്ക് വായിക്കാതിരിക്കാൻ തോന്നുമ്പോൾ, ഐ കുഡ് ലുക്ക് ഡൗൺ, ഞാൻ അടിയിലോട്ട് നോക്കും. ത്രൂ ദ ലീവ്സ്, ഇലകളിലൂടെ. അറ്റ് ദ വേൾഡ് ബിലോ, താഴെയുള്ള
ലോകത്തോട്ട്. ആൻഡ് ഓൺ വൺ പാർട്ടിക്കുലർ ആഫ്റ്റർനൂൺ, ഒരു പ്രത്യേകമായ ആഫ്റ്റർനൂണിൽ, ഐ ഹാഡ് എ ഗ്രാൻഡ് സ്റ്റാൻഡ് വ്യൂ. ഗ്രാൻഡ് സ്റ്റാൻഡ് വ്യൂ എന്നുള്ളതിൻ്റെ അർത്ഥം കൊടുത്തിട്ടുണ്ട്. എ ക്ലിയർ വ്യൂ ഫ്രം ദ ബെസ്റ്റ് പൊസിഷൻ. നല്ല പൊസിഷനിലുള്ള ഒരു ക്ലിയർ ആയിട്ടുള്ള വ്യൂ ഉണ്ടായിരുന്നു. ഓഫ് ദ ക്ലാസിക് ഓഫ് ദി ഇന്ത്യൻ വെയിൽസിൻ്റെ ക്ലാസിക്കുകളിലെ എ ഫൈറ്റ് ബിറ്റ്വീൻ എ മംഗൂസ് ആൻഡ് എ കോബ്ര. ഒരു കോബ്രയും ഒരു മംഗൂസും തമ്മിലുള്ള ഫൈറ്റ് ഞാനത് കാണാനിടയായി. ദെൻ പാർട്ട് 2, 7th paragraph. The warm breezes of approaching summer. സമ്മർ സമാഗതമാകുന്നതിൻ്റെ ഇളം കാറ്റുകൾ ഹാഡ് സെൻറ്റ് എവ്രി വൺ, എല്ലാവർക്കും അയച്ചിട്ടുണ്ടായിരുന്നു, ഇൻക്ലൂഡിങ് ദ ഗാർഡനർക്കടക്കം, ഇൻ ടു ദ ഹൗസ്, വീട്ടിലോട്ട്. ഐ വാസ് ഫീലിംഗ് ഡ്രൗസി മൈസെൽഫ്. എനിക്ക് സ്വയം ഒരു മയക്കം ഇങ്ങനെ തോന്നുകയായിരുന്നു. വണ്ടറിങ്, ആലോചിച്ചുകൊണ്ട്, ഇഫ് ഐ ഷുഡ് ഗോ ടു ദ പോണ്ട് ആൻഡ് ഹാവ് എ സ്വിം വിത്ത് രാമു ആൻഡ് ദ ബഫലോസ്. ഞാൻ പോണ്ടിലോട്ട് പോകണമോ, എന്നിട്ട് രാമുവിൻ്റെ കൂടെയും ബഫലോസിൻ്റെ കൂടെയുമൊക്കെ നീന്തണമോ എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ട്, വെൻ ഐ സോ, ആ സമയത്ത് ഒരു ഹ്യൂജ് ബ്ലാക്ക് കോബ്ര, ഒരു വലിയ കറുത്ത കോബ്രയെ, മൂർഖനെ കണ്ടു. ഗ്ലൈഡിങ്, മൂവിങ് സ്മൂത്ത്ലി. ഗ്ലൈഡിങ് എന്ന് പറഞ്ഞാൽ ഇഴഞ്ഞിങ്ങനെ പോവുകയാണ്. ഔട്ട് ഓഫ് എ ക്ലംബ് ഓഫ് കാക്ടസ്. കാക്ടസ് എന്ന് പറഞ്ഞാൽ കള്ളിമുൾച്ചെടിയുടെ ക്ലംബ് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ കള്ളിമുൾച്ചെടിയുടെ ഒരു ഗ്രൂപ്പിൻ്റെ കൂട്ടം. കള്ളിമുൾച്ചെടിയുടെ പുറത്തിലൂടെ ഇങ്ങനെ ഒരു കോബ്ര ഗ്ലൈഡ് ചെയ്ത് പോകുകയാണ്, ഇഴഞ്ഞ് നീങ്ങുകയാണ്. അറ്റ് ദ സെയിം ടൈം, അതേസമയം, എ മംഗൂസ് എമേർജ്ഡ് ഫ്രം ദ ബുഷസ്. ഒരു മംഗൂസ് എന്ത് ചെയ്തു, ബുഷുകളിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു. ആൻഡ് വെൻറ്റ് സ്ട്രൈറ്റ് ഫോർ ദ കോബ്ര. കോബ്രക്ക് നേരെ പോയി. 8th paragraph. In a clearing beneath the banyan tree. ബനിയാൻ ട്രീക്ക് അടിയിൽ ക്ലിയറായിട്ട്, ഇൻ ദ ബ്രൈറ്റ് സൺഷൈൻ, ബ്രൈറ്റായിട്ടുള്ള സൺഷൈനിൽ, ദേ കെയിം ഫേസ് ടു ഫേസ്. രണ്ടുപേരും നേർക്ക് നേർ വന്നു. ദ കോബ്ര ന്യൂ ഓൺലി ടു വെൽ ദാറ്റ് ദ ഗ്രേ മംഗൂസ്, 3 feet long, was a superb fighter, clever and aggressive. കോബ്രക്കറിയാം, വളരെ നന്നായി അറിയാം, ആ ചാരനിറത്തിലുള്ള മംഗൂസ് 3 feet അകലെയാണ്, അവൻ ഒരു സൂപ്പർബ് ഫൈറ്ററാണ് എന്നറിയാം, വളരെ ബുദ്ധിമാനാണെന്നറിയാം, ആൻഡ് അഗ്രസീവ്, ആക്രമകാരിയാണെന്നും അറിയാം. ബട്ട് ദ കോബ്ര, പക്ഷേ കോബ്രയും വാസ് എ സ്കിൽഫുൾ ആൻഡ് എക്സ്പീരിയൻസ്ഡ് ഫൈറ്റർ, വളരെ കഴിവുള്ള, അനുഭവമുള്ള ഒരു പോരാളിയാണ്. ഹി കുഡ് മൂവ് സ്വിഫ്റ്റ്ലി, അവന് വേഗത്തിൽ മൂവ് ചെയ്യാൻ കഴിയും. ആൻഡ് സ്ട്രൈക്ക് വിത്ത് ദ സ്പീഡ് ഓഫ് ലൈറ്റ്, വെളിച്ചത്തിൻ്റെ വേഗതയിൽ അവന് ഇടിക്കാനും പറ്റും. ആൻഡ് ദ സാക്സ് ബിഹൈൻഡ് ഹിസ് ലോങ് ഷാർപ്പ്. സാക്സ് എന്ന് പറഞ്ഞാൽ എ പാർട്ട് ഓഫ് ആൻ അനിമൽ പ്ലാൻ, അതിൻ്റെ ഭാഗം, ഷേപ്പ്ഡ് ലൈക്ക് എ ബാഗ് പോലെ ഉള്ളൊരു ഭാഗം എന്നാണ് പറയുന്നത്. എൻ്റെ അർത്ഥം അവിടെ കൊടുത്തിട്ടുണ്ട്. ബിഹൈൻഡ് ലോങ് ഷാർപ്പ് ഫാങ്സ് ഫുൾ ഓഫ് ഡെഡ്ലി പോയ്സൺസ്. അതിൽ മൊത്തം മാരകമായിട്ടുള്ള വിഷമാണുള്ളത്. ഇറ്റ് വാസ് ടു ബി എ ബാറ്റിൽ ഓഫ് ചാമ്പ്യൻസ്. അത് ചാമ്പ്യൻസിൻ്റെ ഒരു യുദ്ധമാകാൻ പോവുകയായിരുന്നു. ഫാങ്സ് എന്നുള്ളതിൻ്റെ മീനിങ് കൊടുത്തിട്ടുണ്ട്, ലോങ് ഷാർപ്പ് ടീത്ത് എന്നൊക്കെയാണ്. അപ്പോൾ അതിന് വേഗത്തിൽ നീങ്ങാൻ കഴിയും, പിന്നെ എന്നിട്ട് നന്നായി ഫൈറ്റ് ചെയ്യാനൊക്കെ കഴിയും. അതിൻ്റെ ഉള്ളിൽ മാരകമായിട്ടുള്ള വിഷമുണ്ട്. അപ്പോൾ രണ്ടും ചാമ്പ്യൻസാണ്, രണ്ടുപേരും തമ്മിൽ കടുത്ത പോരാട്ടം തുടങ്ങാൻ ഇരിക്കുകയാണ്.
Then next page and 9th paragraph. Hissing defiance, his forked tongue darting in and out. ഹിസ് പറഞ്ഞാൽ ഊതുക, അങ്ങനെ ഊതിക്കൊണ്ട്. ഹിസ് ഫോക്ക്ഡ് ടങ്, ഫോക്ക്ഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഡിഫിയൻസ് എന്ന് പറഞ്ഞാൽ സൈഡിൽ കൊടുത്തിട്ടുണ്ട് റിബല്യൻ, റെസിസ്റ്റൻസ് എന്നൊക്കെയാണ് അർത്ഥം. ഫോക്ക്ഡ് എന്ന് പറഞ്ഞാൽ രണ്ടായി പിരിഞ്ഞ എന്നൊക്കെയാണ് അർത്ഥം. രണ്ടായി പിരിഞ്ഞ നാവ്. ഡാറ്റിങ് ഇൻ ആൻഡ് ഔട്ട്, മൂവ് ക്വിക്കലി, പുറത്തേക്ക് പോവുകയാണ് എന്നിട്ട് അകത്തേക്കും വരാം. അങ്ങനെയാണല്ലോ പാമ്പുകൾ, അവരുടെ ആ നാവ് രണ്ടായി പിരിഞ്ഞ അവരുടെ നാവുകൾ ഇങ്ങനെ പുറത്തേക്കിടും. ദ കോബ്ര റൈസ്ഡ് 3 of his 6 feet off the ground. കോബ്ര ഉയർന്നു, അവൻ്റെ 6 അടി, 3 of his 6 feet, അവൻ്റെ 6 അടിയിൽ 3 അടി ഉയർന്നു ദ ഗ്രൗണ്ടിൽ. ആൻഡ് സ്പ്രെഡ് ഹിസ് ബ്രോഡ് സ്പെക്ടക്കിൾഡ് ഹുഡ്, എന്നിട്ട് അതിൻ്റെ വിശാലമായിട്ടുള്ള പത്തി വിടർത്തി. ദ മംഗൂസ് ബുഷ്ഡ് ഹിസ് ടൈൽ, മംഗൂസ് എന്ത് ചെയ്തു? ബുഷ് ചെയ്യുക എന്ന് പറഞ്ഞാൽ സ്പ്രെഡ് ഔട്ട്, വിടർത്തുക, അതിൻ്റെ വാല് വിടർത്തി. ദ ലോങ് ഹെയർ ഓൺ ഹിസ് സ്പെയിൻ സ്റ്റുഡ് അപ്പ്, അതിൻ്റെ സ്പെയിനിലുള്ള നീണ്ട മുടി എഴുന്നേറ്റ് നിന്നു. നെക്സ്റ്റ് പാരഗ്രാഫ്. ദോ ദ combatants were unaware of my presence in the tree. ആ combatants എന്ന് പറഞ്ഞാൽ പാർട്ടിസിപ്പൻസ് ഇൻ എ ഫൈറ്റ്, ഫൈറ്റിലുള്ള പാർട്ടിസിപ്പൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മൂർഖനും കിരിയും. രണ്ടുപേരും അവർക്ക് അറിയില്ലായിരുന്നു എൻ്റെ സാന്നിധ്യത്തെ പറ്റിയിട്ട്, മരത്തിലെ എൻ്റെ സാന്നിധ്യത്തെ പറ്റിയിട്ട്. They were soon made aware of the arrival of 2 other spectators. Spectators എന്ന് പറഞ്ഞാൽ those who watch a show വാച്ച് ചെയ്യുന്ന ആൾക്കാർ. അപ്പോൾ അവർ 2 ഷോ വാച്ച് ചെയ്യുന്ന ആളുകളുടെ ആഗമനത്തെ പറ്റിയിട്ട് അവർ പെട്ടെന്ന് അവബോധരായി. One was a myna, ഒരാൾ മൈനയായിരുന്നു. The other a jungle crow, മറ്റാൾ ഒരു കാക്കയായിരുന്നു. They had seen these preparations for battle, ഈ യുദ്ധത്തിനുള്ള ഈ ഒരുക്കം അവർ കണ്ടിട്ടുണ്ടായിരുന്നു. And had settled on the cactus, ഒരു കാക്ടസിൽ, ഒരു കള്ളിമുൾ ചെടിയിൽ അവർ സെറ്റിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ടു വാച്ച് ദ ഔട്ട്കം, അവരുടെ റിസൾട്ട്, ഔട്ട്കം എന്ന് പറഞ്ഞാൽ റിസൾട്ട് കാണാൻ വേണ്ടിയിട്ട്. ഹാഡ് ദേ ബീൻ കണ്ടന്റ് ഓൺലി ടു വാച്ച്, ഓൾ വുഡ് ഹാവ് ബീൻ വെൽ വിത്ത് ബോത്ത് ഓഫ് ദം. അപ്പോൾ അവരങ്ങനെ അതിങ്ങനെ കണ്ട് നിൽക്കുകയാണ്. നമ്മുടെ കഥാകൃത്തും ആ കാഴ്ചകൾ കണ്ടു നിൽക്കുകയാണ്. ഇവിടെ നിങ്ങൾക്ക് ഇതിൻ്റെ ചിത്രം കാണാം. ആ കഥാകൃത്ത് മരത്തിൽ നിന്ന് ആ കാഴ്ച കാണുന്നു. മൈനയും കാട്ടുകാക്കയും അവിടെയുണ്ട്. പിന്നെ അതേപോലെ നമ്മുടെ മംഗൂസും കോബ്രയും രണ്ടുപേരും നേർക്കുനേർ. അങ്ങനെ യുദ്ധം ആരംഭിക്കുകയായി. 11th paragraph. The cobra stood on the defensive, swaying slowly from side to side. കോബ്ര ഒരു പ്രതിരോധിക്കുന്ന തരത്തിലുള്ള ഒരു ഇതിൽ നിന്നും മോഡിൽ നിന്നും. പിന്നെ സ്വയിങ് സ്ലോലി, സ്വയിങ് എന്ന് പറഞ്ഞാൽ അർത്ഥം വരുന്നത് ആടുക എന്നൊക്കെയാണ്. ഇങ്ങനെ അതൊക്കെ ഇങ്ങനെ ആടിക്കൊണ്ട് ഫ്രം സൈഡ് ടു സൈഡ്, ഒരു വശത്ത് നിന്ന് മറ്റൊരു സൈഡിലിട്ട്. ട്രൈങ് ടു മെസ്മറൈസ് ദ മംഗൂസ് ഇൻടു മേക്കിംഗ് എ ഫാൾസ് മൂവ്. ഇവിടെ മാജിക്കലി പെർഷ്യൂഡ് എന്ന് പറയും. അതായത് കോബ്ര ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മംഗൂസിനെ ഒരു തെറ്റായിട്ടുള്ള ഒരു മൂവിലേക്ക്, ഒരു നീക്കത്തിലേക്ക് നയിക്കാൻ ശ്രമിക്കുകയാണ്, അതിനെ വശീകരിക്കുകയാണ്. ബട്ട് ദ മംഗൂസ് ന്യൂ ദ പവർ ഓഫ് ഹിസ് ഒപ്പോണൻസ് ഗ്ലാസി ആൻഡ് വിങ്ങിങ് ഐസ്. പക്ഷേ നമ്മുടെ കീരിക്ക് അറിയാം തൻ്റെ എതിരാളിയുടെ ഗ്ലാസി ആയിട്ടുള്ള ആൻഡ് വിങ്ങിങ് ആയിട്ടുള്ള കണ്ണുകൾ. ആൻഡ് റെഫ്യൂസ് ടു മീറ്റ് ദം, എന്നിട്ട് അവകളെ കണ്ടെത്താൻ റെഫ്യൂസ് ചെയ്തു. ഇൻസ്റ്റഡ്, പകരം ഹി ഫിക്സ്ഡ് ഹിസ് ഗൈസ്, അവൻ്റെ കാഴ്ചയെ അവൻ ഫിക്സ് ചെയ്തു. അറ്റ് എ പോയിൻറ്റ്
ഒരു പോയിന്റിൽ ജസ്റ്റ് ബിലോ ദ കോബ്രാസ് ഹുഡ്, കോബ്രയുടെ തൊട്ട് താഴെയുള്ള കോബ്രയുടെ പത്തിയിൽ എന്ത് ചെയ്തു, അടിയിലോട്ട് അവൻ്റെ കണ്ണുകൾ ഫിക്സ് ചെയ്തു. ആൻഡ് ഓപ്പൺ ദ അറ്റാക്ക്, എന്നിട്ട് അറ്റാക്ക് സ്റ്റാർട്ട് ചെയ്തു. 12th പാരഗ്രാഫ്. മൂവിങ് ഫോർവേഡ്, മുന്നോട്ട് പോയിക്കൊണ്ട് ക്വിക്ക്ലി, പെട്ടെന്ന്, അൺടിൽ ഹി വാസ് ജസ്റ്റ് വിത്തിൻ ദ കോബ്രാസ് റീച്ച്, കോബ്രയുടെ റീച്ചിൻ്റെ ഉള്ളിൽ ആകുന്നത് വരെ. ദ മങ്കോസ് മെയ്ഡ് എ പ്രറ്റൻഡഡ് മൂവ് ടു വൺ സൈഡ്. മങ്കോസ് എന്ത് ചെയ്തു, ഒരു അഭിനയിച്ച തരത്തിലുള്ള ഒരു മൂവ്, ഒരു നീക്കം ഒരു സൈഡിലോട്ട് നടത്തി. ഇമ്മീഡിയറ്റ്ലി, പെട്ടെന്ന് ദ കോബ്ര സ്ട്രക്ക് ചെയ്തു, ആക്രമിച്ചു. ഹിസ് ഗ്രേറ്റ് ഹുഡ് കെയിം ഡൗൺ, അവൻ്റെ വലിയ പത്തി അടിയിലോട്ട് വന്നു. സോ സ്വിഫ്റ്റ്ലി, പെട്ടെന്ന്, വളരെ വേഗത്തിൽ. ദാറ്റ് ഐ തോട്ട് നത്തിങ് കുഡ് സേവ് ദ മങ്കൂസ്, ഒന്നും തന്നെ ആ മങ്കൂസിനെ രക്ഷിക്കാൻ കഴിയില്ല എന്ന് വരെ ഞാൻ വിചാരിച്ചു. അങ്ങനെ പെട്ടെന്ന് കോബ്രയുടെ പത്തി വന്നു, മങ്കൂസിൻ്റെ നേരെ വന്നു. ബട്ട് ദ ലിറ്റിൽ ഫെല്ലോ ജംപ്ഡ് നീറ്റ്ലി ടു വൺ സൈഡ്, പക്ഷേ നമ്മുടെ ആ കുഞ്ഞു മങ്കൂസ് എന്ത് ചെയ്തു, ഒരു സൈഡിലോട്ട് വളരെ നീറ്റായിട്ട് ചാടി. ആൻഡ് ഡാർട്ടഡ് ഇൻ, ഡാർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ മൂവ് ഓർ റൺ സംവേർ സഡൻലി ഓർ റാപ്പിഡ്ലി, ഒരു സ്ഥലത്തേക്ക് പെട്ടെന്ന് മാറി. ആസ് സ്വിഫ്റ്റ്ലി ആസ് ദ കോബ്ര, കോബ്രയുടെ അത്രത്തോളം വേഗത്തിൽ തന്നെ. ബൈറ്റിംഗ് ദ സ്നേക്ക് ഓൺ ദ ബാക്ക്, പിന്നിൽ ആ പാമ്പിനെ കടിച്ചുകൊണ്ട്. ആൻഡ് ഡാർട്ടിങ് എവേ അഗെയിൻ ഔട്ട് ഓഫ് റീച്ച്, മറ്റൊരു സ്ഥലത്തേക്ക് പെട്ടെന്ന് കുതറി മാറിക്കൊണ്ടു. അങ്ങനെ അപ്പോൾ കോബ്രക്ക് എന്ത് ചെയ്തു, ഒരു കടിയിട്ട്. എന്നിട്ട് നമ്മുടെ കിരി കുറച്ചപ്പുറത്തേക്ക് മാറിയെന്നു. 13th പാരഗ്രാഫ്. അറ്റ് ദ സെയിം മൊമെൻറ്റ് ദാറ്റ് ദ കോബ്ര സ്ട്രക്ക്, അതേ സമയം കോബ്ര എന്ത് ചെയ്തു, സ്ട്രക്ക് ചെയ്തു, അത് ആക്രമിച്ചു. ദ കൗ ആൻഡ് ദ മൈന ഹേൾഡ് ദംസെൽസ് അറ്റ് ഹിം, നമ്മുടെ കാക്കയും മൈനയും, ഹേൾ എന്ന് പറഞ്ഞാൽ കുതിക്കുക, സ്വയം കുതിച്ചു, ആ കോബ്രയിലോട്ട് കുതിച്ചു. ഓൺലി ടു കൊളൈഡ് ഹെവിലി ഇൻ മിഡ് എയർ. മിഡ് എയർ എന്ന് പറഞ്ഞാൽ നമ്മളെ വായുവിൽ രണ്ടുപേരും കൂട്ടിയിടിച്ചു, വളരെ ശക്തമായിട്ട് കൂട്ടിയിടിച്ചു രണ്ടുപേരും. സ്ട്രൈക്കിംഗ് ഇൻസൾട്ട്സ് അറ്റ് ഈച്ച് അതർ, രണ്ടുപേരും സ്ട്രൈക്ക് ചെയ്യാറുള്ള ടീച്ചർ തരുന്ന പരസ്പരം അധിക്ഷേപിച്ചുകൊണ്ട്, രണ്ടുപേരും പരസ്പരം അധിക്ഷേപിച്ചുകൊണ്ട്. റിട്ടേൺ ടു ദ കാക്ടസ് പ്ലാന്റ്, അവർ കാക്ടസ് പ്ലാന്റിലായിരുന്നു ഇപ്പം ഉണ്ടായിരുന്നത്, അവിടേക്ക് തന്നെ മടങ്ങി വന്നു. എ ഫ്യൂ ഡ്രോപ്സ് ഓഫ് ബ്ലഡ് ഗ്ലിസൻഡ് ഓൺ ദ കോബ്രാസ് ബാക്ക്, കോബ്രയുടെ പിന്നിൽ കുറച്ച് തുള്ളി രക്തം, ഗ്ലിസൻഡ് എന്ന് പറഞ്ഞാൽ തിളങ്ങി. 14th പാരഗ്രാഫ്. ദ കോബ്ര സ്ട്രക്ക് ആൻഡ് മിസ്ഡ്, കോബ്ര ഇടിച്ചു, അത് മിസ്സായി. അഗെയിൻ ദ മങ്കൂസ് സ്പ്രാങ് അസൈഡ്, മങ്കൂസ് അങ്ങോട്ട് മാറി, അപ്പുറത്തേക്ക് മാറി. ജംപ്ഡ്, ചാടി. ഇൻ ആൻഡ് ബൈറ്റ്, എന്നിട്ട് കടിച്ചു. എഗെയിൻ ദ ബേർഡ്സ് ഡൈവ്ഡ് അറ്റ് ദ സ്നേക്ക്, പിന്നെയും ആ പക്ഷികൾ പാമ്പിന് നേരെ ഡൈവ് ചെയ്തു. ബംപ്ഡ് ഇൻ ടു ഈച്ച് അതർ ഇൻസ്റ്റഡ്, വീണ്ടും ഇടിച്ചു. ആൻഡ് റിട്ടേൺഡ് സ്ട്രൈക്കിംഗ് ടു ദ സേഫ്റ്റി ഓഫ് ദ കാക്ടസ്, കാക്ടസിൻ്റെ സുരക്ഷിതത്വത്തിലേക്ക് അവർ അധിക്ഷേപിച്ചുകൊണ്ട് മടങ്ങി വന്നു. നെക്സ്റ്റ്, ദ തേർഡ് റൗണ്ട് ഫോളോവഡ് ദ സെയിം കോഴ്സ്. നമ്മുടെ തേർഡ് റൗണ്ട് അതേ രൂപത്തിൽ തന്നെ ഫോളോ ചെയ്തു. ആസ് എ ഫസ്റ്റ്, ബട്ട് വിത്ത് വൺ ഡ്രമാറ്റിക് ഡിഫറൻസ്, നാടകീയമായിട്ടൊരു വ്യത്യാസം ഉണ്ടായിരുന്നു. ദ ക്രോ ആൻഡ് ദ മൈന still determined to take part in the proceedings.
നമ്മുടെ കാക്കയും മൈനയും ഇപ്പോഴും ഉറച്ചു നിന്നു ടു ടേക്ക് പാർട്ട് ഇൻ ദ പ്രൊസീഡിങ്സ്. മുന്നോട്ട് പോകുന്നതിലൊരു ഭാഗതയും വഹിക്കാൻ. ഡൈവ്ഡ് അറ്റ് ദ കോബ്ര, എന്നിട്ട് അവർ കോബ്രയ്ക്ക് നേരെ ഡൈവ് ചെയ്ത് ഊളിയിട്ടും. ബട്ട് ദിസ് ടൈം ദേ മിസ്ഡ് ഈച്ച് അതർ ആസ് വെൽ ആസ് ദേ മാർക്ക്. ഈ സമയത്തും അവരെന്ത് ചെയ്തു? പരസ്പരം മിസ് ചെയ്തു. ദ മൈന ഫ്ലൂ ഓൺ ആൻഡ് റീച്ച് ഇറ്റ്സ് പേർക്ക്. മൈന എന്ത് ചെയ്തു? ഫ്ലൂ ഓൺ എന്ന് പറഞ്ഞാൽ പറന്നു വന്നു. എന്നിട്ട് ആൻഡ് റീച്ച് ഇറ്റ്സ് പേർക്ക്. പേർക്ക് എന്ന് പറഞ്ഞാൽ പക്ഷികളിരിക്കുന്ന കൊമ്പിലോട്ട് അത് വന്നു. ബട്ട് ദ ക്രൗ ട്രൈഡ് ടു പുൾ അപ്പ് ഇൻ മിഡ് എയർ ആൻഡ് ടേൺ ബാക്ക്. പക്ഷേ കാക്ക പുള്ളപ്പ് ചെയ്യാറിന സ്റ്റോപ്പ് ചെയ്യാം. മിഡ് എയറിൽ അന്തരീക്ഷത്തിൽ എന്ത് ചെയ്തു? സ്റ്റോപ്പ് ചെയ്യാൻ ശ്രമിച്ചു. എന്നിട്ട് പിന്നോട്ട് പോകാനും ശ്രമിച്ചു. ഇൻ ദ സെക്കൻഡിലെ ദാറ്റ് ഇറ്റ് ടുക്ക് ദ ബേർഡ് ടു ഡു ദിസ്, ദ കോബ്ര വൈപ്ഡ് ഹിസ് ഹെഡ് ബാക്ക്. കോബ്ര എന്ത് ചെയ്തു? അത് പിന്നോട്ട് തിരിഞ്ഞു. ആൻഡ് സ്ട്രക്ക് വിത്ത് ഗ്രേറ്റ് ഫോഴ്സ്. എന്നിട്ട് വളരെ ശക്തിയോടുകൂടി ഇടിച്ചു. ഹിസ് സ്നൗട്ട് തഡിങ് എഗെയിൻസ്റ്റ് ദ ക്രൗസ് ബോഡി. സ്നൗട്ട് എന്ന് പറഞ്ഞാൽ നോസ്, മൗത്ത്. അതെന്ത് ചെയ്തു? ക്രോയുടെ കാക്കയുടെ ബോഡിയിൽ അത് ഇങ്ങനെ ഉരസിപ്പോയി. 16th, I saw a bird flying nearly 20 feet across the garden. അപ്പോൾ അങ്ങനെ സംഭവിച്ചപ്പോൾ എന്തുണ്ടായി? ഞാനൊരു ബേർഡ് 20 അടി ഇതിലൂടെ ഇങ്ങനെ ഗാർഡനിൽ നിന്ന് 20 അടി മുകളിലൂടെ ഇങ്ങനെ പറക്കുന്നത് കണ്ടു. അപ്പോൾ കാക്ക അത്രയും പറന്നു പോയിരുന്നു. ഇറ്റ് ഫ്ലറ്റേഡ് അബൌട്ട് ഫോർ എ വൈൽ. ഫ്ലറ്റർ ചെയ്യുക എന്ന് പറഞ്ഞാൽ ബഹളം വെക്കുക. കുറച്ച് നേരത്തേക്ക് അത് ബഹളം വെച്ച് ഒച്ചുണ്ടാക്കി. പിന്നെ ദെൻ ലേ സ്റ്റിൽ, എന്നിട്ട് പിന്നെ നിശ്ചലമായി. ദ മൈന റിമൈൻഡ് ഓൺ ദ കാക്ടസ് പ്ലാന്റ്. മൈന കാക്ടസ് പ്ലാന്റിൽ തന്നെ നിന്നു. ആൻഡ് വെൻ ദ സ്നേക്ക് ആൻഡ് ദ മംഗോസ് റിട്ടേൺ ടു ദ ഫൈറ്റ്. സ്നേക്കും മംഗോസും ഫൈറ്റിലേക്ക് തിരികെ വന്നപ്പോൾ വെരി വൈസ്ലി ഡിസൈഡഡ് നോട്ട് ടു ഇൻ്റർഫിയർ അഗെയിൻ. വളരെ ബുദ്ധിയോടുകൂടി ആ മൈന തീരുമാനിച്ചു ഇനി വീണ്ടും അതിലിടപെടേണ്ട എന്ന്. ദ കോബ്ര വാസ് വീക്കനിങ്. നമ്മുടെ കോബ്ര വളരെ വീക്കായിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആൻഡ് ദ മംഗോസ്, നമ്മുടെ മംഗോസ് വാക്കിംഗ് ഫിയർലെസ്ലി അപ് ടു ഇറ്റ്. അത് ഭയരഹിതമായി പേടിയില്ലാതെ അതിനു നേരെ ഇങ്ങനെ പോവുകയാണ്. റൈസ്ഡ് ഹിംസെൽഫ്, സ്വയം ഉയർന്നു. ഓൺ ഹിസ് ഷോർട്ട് ലെഗ്സ്, അവൻ്റെ ചെറിയ കാലുകളിൽ. ആൻഡ് വിത്ത് എ ലൈറ്റ്നിങ് സ്നാപ്പ് ഹാഡ് ദ ബിഗ് സ്നേക്ക് ബൈ ദ സ്നൗട്ട്. നമ്മുടെ ആ വലിയ പാമ്പ് വളരെ മിന്നൽ വേഗതയിലുള്ള ഒരു സ്പീഡിൽ അതിനെ ഇടിച്ചിട്ടുണ്ടായിരുന്നു. ദ കോബ്ര റൈറ്റ്സ്ഡ് എന്ന് പറഞ്ഞാൽ വേദന കൊണ്ട് പുളഞ്ഞു. റൈറ്റ്സ്ഡ് ആൻഡ് ലാഷ്ഡ് അബൌട്ട് ഇൻ എ ഫ്രൈറ്റനിങ് മാനർ. എന്നിട്ടത് പ്രഹരിച്ചു വളരെ പേടിയുള്ള രൂപത്തിൽ. ആൻഡ് ഈവൻ കോയിൽഡ് ഇറ്റ് സെൽഫ് അബൌട്ട് ദ മംഗൂസ്. കോയിൽ എന്ന് പറഞ്ഞാൽ ചുറ്റുക, മംഗൂസിനെ ചുറ്റാൻ ഒക്കെ നോക്കി. ബട്ട് ടു നോ അവെയിൽ, പക്ഷേ വിത്ത് നോ സക്സസ് എന്ന് പറഞ്ഞാൽ യാതൊരു ഫലവും കണ്ടില്ല. അപ്പോൾ കോബ്ര ഇപ്പോഴും പൊരുതാനൊക്കെ ശ്രമിച്ചു നോക്കി, പക്ഷേ ഫലമൊന്നും ഉണ്ടായില്ല. ദ ലിറ്റിൽ ഫെല്ലോ, നമ്മുടെ കീരി, ഹങ് ഗ്രിമ്മിലി ഓൺ. ഹങ് ഗ്രിമ്മിലി പറഞ്ഞാൽ കഠിനമായി തൂങ്ങി. അണ്ടിൽ ദ സ്നേക്ക് ഹാഡ് സീസ്ഡ് ടു സ്ട്രഗിൾ. ഏതുവരെ എന്ന് വെച്ചാൽ നമ്മുടെ പാമ്പ് സ്ട്രഗിൾ ചെയ്യാൻ അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നു. സീസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവസാനിപ്പിക്കുക. അത് പൊരുതുകയായിരുന്നല്ലോ അത്രയും നേരം, പക്ഷേ ഇപ്പോൾ അത് പൊരുതൽ അവസാനിപ്പിച്ചിരുന്നു. അത്രത്തോളം അതിങ്ങനെ തൂങ്ങി നിന്നു. ഹി ദെൻ സ്മെൽറ്റ് അലോങ് ഇറ്റ്സ് ക്യൂറിങ് ലെങ്ത്.
gripped it round the hood and dragged it into the bushes. എന്നിട്ടതിനെ അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് ബുഷസിലോട്ട് വലിച്ചു കൊണ്ടുപോയി. The myna dropped cautiously to the ground. നമ്മുടെ മൈന എന്ത് ചെയ്തു അപ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി ഗ്രൗണ്ടിലോട്ട് വന്നു. ഹോപ്ഡ് അബൌട്ട്, പീർഡ് എന്ന് പറഞ്ഞാൽ ഉറ്റുനോക്കുക, പ്രതീക്ഷയോടെ ഉറ്റുനോക്കി. ഇൻ ടു ദ ബുഷസ് ഫ്രം എ സേഫ് ഡിസ്റ്റൻസ്, സുരക്ഷിതമായിട്ടുള്ളൊരു അകലത്തിൽ നിന്ന് അതിനെ ഇങ്ങനെ ഉറ്റുനോക്കി. ആൻഡ് ദെൻ വിത്ത് എ ഷ്രിൽ ക്രൈ ഓഫ് കൺഗ്രാജുലേഷൻ ഫ്ലൂ അവേ. എന്നിട്ട് ഷ്രിൽ എന്ന് പറഞ്ഞാൽ ഉച്ചസ്വരത്തിലുള്ള ഒരു കരച്ചിലൂടെ, ഒരു ഒച്ചയോടുകൂടി, കൺഗ്രാജുലേഷൻ്റെ ഒരു ഒച്ചയോടുകൂടി ഫ്ലൂ അവേ, അത് പറന്നുപോയി. നമ്മുടെ റസ്കിൻ ബോണ്ടാണ് ഈ കഥ എഴുതിയിട്ടുള്ളത്. വളരെ മനോഹരമായിട്ടുള്ള ഒരു കഥയാണ്, രസകരമാണ്. അപ്പോൾ ഇതുവരെ ഉള്ള എല്ലാ ചാപ്റ്റേഴ്സും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ക്ലാസ്സുകളൊക്കെ നിങ്ങൾ വളരെയധികം ശ്രദ്ധയോടെ കേൾക്കുന്നു എന്ന് വിചാരിക്കുന്നു. എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും ലിങ്കുകൾ പ്ലേലിസ്റ്റായിട്ട് കൊടുക്കുന്നുണ്ട്, ആവശ്യമുള്ളവർക്ക് കാണാവുന്നതാണ്. ഓക്കെ, സി യു, ഹാവ് എ നൈസ് ഡേ.